ഒരു രാത്രി വണ്ടി പാളം കുലുക്കിക്കൊണ്ട് അലറിക്കൂവി പാഞ്ഞുപോയി. വണ്ടിക്കുള്ളിൽ ഉറക്കത്തിലും പാതിമയക്കത്തിലും കഴിഞ്ഞിരുന്ന യാത്രക്കാർ ആ സമയം പുറത്ത് പാളത്തിനരികിൽ എന്ത് നടക്കുന്നുവെന്നറിഞ്ഞില്ല. മിക്ക കമ്പാർട്ട്മെൻറ്റുകളിലും നീല വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിൻ കടന്നുപോയി കഴിഞ്ഞാണ് ജയൻ വീണെടുത്തു നിന്നും എഴുന്നേറ്റത്. തൊഴിയേറ്റത് തലയ്ക്കായതുകൊണ്ട് വല്ലാത്തൊരു മരവിപ്പ് തോന്നി. എങ്കിലും കൈക്കാലുകൾ കുടഞ്ഞുകൊണ്ടവൻ നേരെ നിന്നു. നല്ലൊരു കായികാഭ്യാസിയും ആചാനബാഹുവുമായ ജയൻ ഇന്നേവരെ ആരുടെയും തല്ലുവാങ്ങിയിട്ടില്ല. തല്ലുകൊടുത്ത ചരിത്രമേ അവൻ്റെ ജീവിതത്തിലുള്ളൂ. ഒരപ്രതീക്ഷിത നിമിഷത്തിൽ തന്നെ തൊഴിച്ചു മലർത്തിയ എതിരാളിയെ അവൻ ക്രൂരതയോടെ നോക്കി. അരണ്ട നില വെളിച്ചത്തിൽ മുഖം അവന് വ്യക്തമായില്ല. എങ്കിലും എതിരാളി ഒട്ടും മോശമല്ലെന്ന് അവന് തോന്നി. ഒറ്റ നോട്ടത്തിൽ തനിക്കെതിരെ നിൽക്കുന്നവൻ ശങ്കറാണോ എന്ന് ജയൻ സംശയിച്ചു. എന്നാൽ പോൾ മുതലാളിയുടെ ബന്ധനത്തിൽ നിന്നും അത്ര പെട്ടെന്ന് ശങ്കർ രക്ഷപ്പെടില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. തൊട്ടപ്പുറത്ത് ബോധശൂന്യയായി കിടക്കുന്ന നിമ്മിയെയും പിന്നെ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ നിസ്സംഗനായി നിൽക്കുന്ന മനുഷ്യനെയും ജയൻ മാറി മാറി നോക്കി. ആഗതന് ആറേക്കാലടി പൊക്കവും അതിനൊത്ത നെഞ്ചുവിരിവും ഉണ്ടെന്ന് തോന്നി. സാധാരണ മലയാളികൾക്കിടയിൽ അത്രയും ഉയരമുള്ള ഒരാളെ കണ്ടിട്ടുള്ളതായി ജയന് ഓർമ്മയില്ല. "നീ ആരാണ്?" ഒരേറ്റുമുട്ടലിനുള്ള മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ ജയൻ ചോദിച്ചു. "കരിന്തേൾ," ഒറ്റ വാക്കിൽ അയാൾ പറഞ്ഞു. ആ ശബ്ദം ഇടിമുഴക്കം പോലെ ജയന് തോന്നി. "കരിന്തേൾ?" ജയൻ പിറുപിറുത്തു. "ആ പേരിൽ അറിയപ്പെടുന്നത് ശങ്കറാണ്. ഈ നിൽക്കുന്ന മനുഷ്യൻ ശങ്കറല്ലെന്ന കാര്യം തീർച്ചയാണ്. ഒരുപക്ഷെ പത്രങ്ങളിലൂടെയും മറ്റും കരിന്തേളിൻ്റെ കഥ കേട്ട് ആ പേരിൽ അല്പം റൗഡിസം എടുക്കാമെന്ന് കരുതിയുള്ള പുറപ്പാടായിരിക്കും. കരിന്തേളാണെങ്കിലും കരിമൂർഖനാണെങ്കിലും എൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്." "ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല." ആഗതിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. "അപ്പോൾ നീ തൊഴിച്ചു വീഴ്ത്തിയത് എന്നെയായിരുന്നില്ല അല്ലേ?" ജയൻ പല്ലുകളിറുമ്മി. "ഓ അത്, ഞാൻ ആ പെൺകുട്ടിയുടെ പ്രശ്നത്തിലാണ് ഇടപെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ മൃതശരീരമായി തീർന്നിരിക്കുന്ന അതിനെ നീ എന്ത് ചെയ്യാൻ പോകുകയായിരുന്നു? അതെന്നെ സംബന്ധിക്കുന്ന കാര്യം. തൽക്കാലം നീ സ്ഥലം വിട്ടോളൂ." "അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്," വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ ആഗതൻ പറഞ്ഞു. "കുഴപ്പമുണ്ടാക്കാൻ നിൽക്കാതെ പെട്ടെന്ന് മടങ്ങുന്ന പക്ഷം നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്കില്ല. എന്നാൽ ഇവിടെ നിന്നും വഴക്കിടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുത്ത ട്രെയിൻ വരുമ്പോൾ നീ അതിൻ്റെ ചക്രങ്ങൾക്കിടയിൽ കുടുങ്ങും. നിർത്തട നിന്റെ വീരവാദം." ജയൻ അലറുകയായിരുന്നു. അവൻ അരയിൽ നിന്നും ബെൽറ്റ് അഴിച്ചെടുത്തു. അതുകൊണ്ട് ആഗതനെ ചുഴറ്റിയടിച്ചു. 2 പ്രാവശ്യം അടിച്ചപ്പോഴും അയാൾ ഒഴിഞ്ഞു മാറി. മൂന്നാമത്തെ അടിക്ക് ആ ബെൽറ്റിൽ അനായാസം അയാൾ പിടികൂടി. വെട്ടിച്ചൊരു വലി കൊടുത്തപ്പോൾ ജയൻ അയാളുടെ കാൽച്ചുവട്ടിൽ വന്നു വീണു. കരിന്തേൾ എന്ന പേരിലെത്തിയ അജ്ഞാതൻ്റെ ശക്തമായ ഒരു ചവിട്ട് ജയൻ്റെ നെഞ്ചിൽ പതിച്ചു. ദയനീയമായ ഒരു രോദനം അവൻ്റെ തൊണ്ടയിൽ വരെ എത്തി. അല്പം ബന്ധപ്പെട്ട് കൈകുത്തി എഴുന്നേൽക്കാനാഞ്ഞപ്പോൾ പിടിച്ചു വാങ്ങിയ ബെൽറ്റ് കൊണ്ട് അയാൾ അവനെ ചുഴറ്റിയടിച്ചു. 3 പ്രാവശ്യം അയാളുടെ കൈ ഉയർന്നു താണു. ജയൻ്റെ ശരീരം പലയിടത്തും പൊട്ടിക്കീറി. അവൻ്റെ ബോധം നശിച്ചു കഴിഞ്ഞിരുന്നു. നിശ്ചേതനായി പാളത്തിനരികിൽ കിടന്ന അവനെ ഒരു നിമിഷം അയാൾ നോക്കി നിന്നു. പിന്നെ ബെൽറ്റ് ശരീരത്തിനിടയിലൂടെയിട്ട് കോരിയെടുത്ത് പാളത്തിൽ വെച്ചു. ബെൽറ്റ് അവൻ്റെ നേർക്കെറിഞ്ഞിട്ട് അയാൾ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ആഗതൻ നിമ്മിയുടെ അടുത്ത് ചെന്നു. അവൾ ഇനിയും മരിച്ചിട്ടില്ലെന്ന് കണ്ടപ്പോൾ സാവധാനം എടുത്ത് തോളിലിട്ടു. പിന്നെ നിഴലും നിലാവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന പാതയിലൂടെ കാലുകൾ വലിച്ചു വെച്ച് നടന്നു. തണുത്ത കാറ്റിൽ മഞ്ഞിൻ്റെ അംശം അലിഞ്ഞു ചേർന്നിരുന്നു. ആ കാറ്റ് ഏതാനും മിനിറ്റ് നേരത്തേക്ക് ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞപ്പോൾ ജയൻ കണ്ണു തുറന്നു. താൻ എവിടെയാണ് കിടക്കുന്നതെന്നോ എന്താണ് നടന്നതെന്നോ ഓർമ്മിച്ചെടുക്കാൻ അവന് തെല്ലുനേരം വേണ്ടി വന്നു. അപ്പോൾ മറ്റൊരു രാത്രി വണ്ടി പാളം കുലുക്കിക്കൊണ്ട് പാഞ്ഞു വരുന്ന ശബ്ദം അവൻ്റെ കർണപ്പുടങ്ങളിൽ പതിച്ചു. പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. അടുത്തുവരുന്ന വണ്ടിയുടെ ഭീകരാരവം അവനെ നടുക്കി. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനുള്ള അഭിവാഞ്ഛയാൽ ജയൻ പാളത്തിൽ നിന്നും സാവധാനം വലിഞ്ഞു. വണ്ടി ഏറ്റവും അടുത്തെത്തിയ അവസാന നിമിഷത്തിൽ അവൻ പാളത്തിൽ നിന്നും പുറത്തു കടന്നു. വണ്ടി കടന്നു പോകുന്നതുവരെ പാളത്തിനരികിൽ അവൻ നിശ്ചേതനായി കിടന്നു. പിന്നെ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് കാറിനടുത്ത് ചെന്നു. തന്നെ ആക്രമിച്ചതാരായിരുന്നു? കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയൻ്റെ ചിന്ത അതുതന്നെയായിരുന്നു. അനേകം തെമ്മാടികളുമായി താൻ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ശങ്കർ ഒഴികെ മറ്റാർക്കും ഇത്രയും ശക്തിയും തൻ്റെ ഇടവും കണ്ടിട്ടില്ല. അയാൾ ആരായിരുന്നാലും മുതലാളിയോട് എന്തു പറയണമെന്നുള്ളതാണ് പ്രശ്നം. തന്നെ അടിച്ചു വീഴ്ത്തിയിട്ട് നിമ്മിയെയും കൊണ്ട് ഒരുത്തൻ പോയെന്ന് പറഞ്ഞാൽ പോൾ മുതലാളി തൻ്റെ നേർക്ക് കാഞ്ചി വലിച്ചെന്ന് വരും. പക്ഷേ പറയാതിരുന്നാൽ നാളെ റെയിൽപാളത്തിൽ നിന്നും അവളുടെ മൃതശരീരം കിട്ടാതെ വരുമ്പോൾ അതിനേക്കാൾ ഭൂകമ്പം ഉണ്ടാകും. അവസാനം പോളിൻ്റെ മുന്നിൽ അവനെത്തി. ശങ്കർ രക്ഷപ്പെട്ടിട്ട് 10 മിനിറ്റ് പോലും അപ്പോൾ കഴിഞ്ഞിരുന്നില്ല. ജയൻ പറഞ്ഞത് മുഴുവൻ പോൾ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ജയനുമായി ഏറ്റുമുട്ടിയത് ശങ്കർ ആയിരിക്കുമെന്ന് പോൾ തീരുമാനിച്ചു. ആ ബംഗ്ലാവിൽ നിന്നും ശങ്കർ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ജയന് പകുതി സമാധാനമായി. അതിനേക്കാൾ വലിയ തെറ്റൊന്നും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. പുതിയ ശത്രു ആരാണ്?
പോളിന് ഒരെത്തും പിടിയും കിട്ടിയില്ല. നിമ്മി കൈവിട്ടു പോയത് അബദ്ധമായെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അവൾ മരിച്ചിട്ടില്ലെന്ന കാര്യം നിനക്കുറപ്പാണോ? പോൾ ഇടയ്ക്കിടയ്ക്ക് അവനോട് ചോദിച്ചുകൊണ്ടിരുന്നു. അതെ മുതലാളി, പറഞ്ഞതിനപ്പുറം ചെയ്യരുതല്ലോ എന്ന് കരുതിയാ. അല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാ. നീ എന്താലോചിച്ചാലും അവൾ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അകത്തു പോകും. പോൾ പല്ലുകളിറുമ്മി. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് നിന്നെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞുവിടും. പോൾ അടങ്ങാത്ത അമർഷത്തോടെ അങ്ങുമിങ്ങും നടന്നു. അതിനിടയിൽ അസ്പഷ്ടമായ സ്വരത്തിൽ അയാൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നാണം കെട്ടവനൊക്കെ എൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് എന്നെ സഹായിക്കാൻ കഴിയാത്ത പരട്ടകൾ. എൻ്റെ മക്കളെപ്പോലും കൊല്ലാൻ മടിക്കാതെ ഞാൻ നിന്നെയൊക്കെ വെറുതെ വിടുമെന്ന് കരുതിയോ? എങ്ങനെയെങ്കിലും അയാളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമേ ജയനുണ്ടായിരുന്നുള്ളൂ. തൽക്കാലം ഒരു ബുദ്ധി കണ്ടെത്തേണ്ടതുണ്ട്. മുതലാളി, നിമ്മി രക്ഷപ്പെട്ടാൽ ഡോക്ടർ ശർമ്മയുടെ മകളെ കാണാൻ പോകാതിരിക്കില്ല. അവർ തമ്മിൽ അത്രയ്ക്കും കൂട്ടായിരുന്നല്ലോ. എടാ മരത്തലയ, അവളെ മറ്റൊരുത്തൻ പരമായി കൊണ്ടുപോകുകയായിരുന്നില്ലേ? പോൾ കയ്യിലിരുന്ന സിഗാർ കുറ്റി ജയൻ്റെ നേർക്ക് വലിച്ചെറിഞ്ഞു. ഷട്ടിൽ കൊണ്ട് ഒരു കറുത്തടയാളം സൃഷ്ടിച്ച ശേഷം അത് തറയിൽ വീണു. അത് ശരിയാ, പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് പറയുന്നു നിമ്മി ആ വീട്ടിൽ ചെല്ലുമെന്ന്. പോൾ അമർത്തി മൂളി. എന്തോ ആലോചിച്ചുകൊണ്ട് അയാൾ തെല്ലുനേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ജയൻ്റെ നേർക്ക് നോക്കി. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചേക്കാം. എന്തായാലും നീ അവിടം വരെ ഒന്ന് ചെന്ന് നോക്ക്. അവൾക്ക് ഇപ്പോൾ എന്നോടുള്ള പ്രതികരണം എന്താണെന്ന് അറിയുകയും ചെയ്യാം. ശരി മുതലാളി. ജയൻ പെട്ടെന്ന് അവിടെ നിന്നും പുറത്തു കടന്നു. ആരാണ് ആ പുതിയ വില്ലൻ? കാർ അകന്നു പോകുന്ന ശബ്ദം നിലയ്ക്കുവോളം പോളിൻ്റെ ചിന്ത അതുതന്നെയായിരുന്നു. അത്ര പെട്ടെന്നൊന്നും ഇനി ശങ്കർ പുറത്തു വരില്ല. പക്ഷേ നിമ്മിയും സജിനിയും പുതിയ വില്ലനും കൂടി ഒത്തുചേർന്ന് തന്നെ ആക്രമിച്ചെന്ന് വരാം. താൻ വില്ലനെന്ന് കരുതുന്നവൻ നായകനാകാൻ അനുവദിച്ചുകൂടാ. ശർമ്മ കൊണ്ടുവന്ന ഗുണ്ടകളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. താനിവിടെ തീറ്റിപ്പോറ്റുന്ന പലരെയേക്കാൾ കഴിവുള്ളവരാണ് അലിയാരും അയ്യരും ആൻഡോയും. എത്ര തുക മുടക്കേണ്ടി വന്നാലും ശത്രുക്കളെ തകർത്തേ മതിയാവൂ. അസ്വസ്ഥമായ മനസ്സുമായി പോൾ വിസ്കി നുണയുമ്പോൾ ജയൻ സജിനിയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഡോർബെല്ലിൽ അനേകം പ്രാവശ്യം വിരലമർത്തേണ്ടി വന്നു അകത്ത് ലൈറ്റ് തെളിയാൻ. ഗേറ്റിൽ നിന്ന് വാച്ച്മാനോട് ഒരു ഡസൻ കള്ളം പറഞ്ഞ ശേഷമാണ് അകത്ത് കടക്കാൻ പറ്റിയത്. ഇനി ഇവിടെ എന്തെല്ലാം കള്ളം പറഞ്ഞാലാണ് കാര്യമറിയാൻ കഴിയുക എന്നായിരുന്നു അവൻ്റെ ചിന്ത. ഒരു ചെറുപ്പക്കാരി വന്ന് കതക് തുറന്നു. ഉറക്കച്ചടവുള്ള കണ്ണുകൾ കൊണ്ടവൾ ജയനെ തുറച്ചു നോക്കി. എനിക്ക് അത്യാവശ്യമായും സജിനിയെ ഒന്ന് കാണണം. യാതൊരു മുഖവുരയും കൂടാതെ അവൻ പറഞ്ഞു. കാണണോ? അവൾ കൈപ്പടം കൊണ്ട് മുഖം അമർത്തി തുറച്ചു. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? കൊച്ചമ്മയെ കാണേണ്ട കാര്യം എന്താണ്? എന്നിങ്ങനെയുള്ള വിശദ വിവരങ്ങൾ കിട്ടിയിട്ട് വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് വിശദീകരിച്ചോളാം. ജയൻ പല്ലിറുമി. മതി, യാതൊരു വിരോധവുമില്ല. പക്ഷേ അതിന് നാളെ രാവിലെ 7 മണി കഴിയണം. അവളുടെ പരിഹാസച്ചിരി കണ്ടപ്പോൾ മുഖമടച്ചു ഒന്ന് കൊടുക്കാനാണ് ജയന് തോന്നിയത്. എങ്കിലും ആത്മസംയമനം പാലിക്കാൻ അവൻ ബാധ്യസ്ഥനായിരുന്നു. നോക്കൂ, നിന്റെ കൊച്ചമ്മയെ ഇപ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് വലിയൊരു നഷ്ടം സംഭവിക്കും. അതിൻ്റെ ദോഷം നിനക്കുമുണ്ടാകും. ഒന്ന് പോകണം മിസ്റ്റർ. ആ യുവതിയുടെ ശബ്ദം കനത്തു. അർദ്ധരാത്രി കഴിഞ്ഞ ഈ സമയത്ത് ഉണ്ടാകാവുന്ന ലാഭം എൻ്റെ കൊച്ചമ്മയ്ക്ക് ആവശ്യമില്ലെന്ന് തന്നെ പറഞ്ഞു വിട്ടവരോട് പറഞ്ഞേക്ക്. പുറത്ത് നല്ല മഞ്ഞാണ്. സ്ഥലം വിടാൻ നോക്ക്. മര്യാദ കൊണ്ട് പറ്റാതെ വന്നപ്പോൾ അതിക്രമിച്ച് കിടക്കാനായി ജയ മുന്നോട്ടാഞ്ഞു. പക്ഷേ ബുദ്ധിമതിയായ ആ യുവതി ഞൊടിയിടയ്ക്കുള്ളിൽ കതകടച്ച് ഓടാമ്പലിട്ടു. ഈ സമയം നിമ്മിയെ രക്ഷപ്പെടുത്തിയ മനുഷ്യൻ അവളെയും കൊണ്ട് അയാളുടെ താവളത്തിൽ എത്തുകയായിരുന്നു. മറ്റൊരു കരിന്തേൾ.